ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടും ആഡ്സെൻസിനെ കുറിച്ചിട്ടുമാണ്. നമ്മളിൽ പലർക്കും എന്താണ് ഗൂഗിൾ ആഡ്സ് എന്നറിയാം, പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും എന്താണ് ഗൂഗിൾ ആഡ്സെൻസ് എന്നുള്ളത് അറിയില്ല. അതിനെക്കുറിച്ചിട്ടായിക്കോട്ടെ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗൂഗിൾ ആഡ്സ്? ഗൂഗിൾ ആഡ്സ് എന്നത് ഗൂഗിളിൻ്റെ ഒരു സർവീസാണ്. ഈ ഒരു സർവീസ് വഴി നമ്മൾക്ക് ഓഡിയൻസിനെ ഗൂഗിൾ നേടിത്തരുവാണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾക്ക് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്താനും ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാനും പ്രൊമോഷൻ നടത്താനും അതുവഴി സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, നിങ്ങളുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ചെയ്തു തരാൻ ഗൂഗിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ്, ഈ ഒരു സർവീസ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഇതൊരു ഫ്രീ സർവീസ് അല്ല. ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഗൂഗിൾ ഈ ഒരു സർവീസ് ചെയ്തു തരുന്നത്. അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയൻസിനെ നമ്മളുടെ ചാനലിലേക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ വെബ്സൈറ്റിലേക്കോ എന്തിലേക്കാണെങ്കിലും അവർ എത്തിച്ചു തരുന്നു. അതുവഴി നമ്മുടെ പ്രൊമോഷൻ നേടിത്തരുന്നു. ഇനി എന്താണ് ഗൂഗിൾ ആഡ്സ്? ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും. ആഡ്സെൻസ് എന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണ് ആഡ്സെൻസ്? ആഡ്സെൻസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു പ്രോഗ്രാമാണ്. 2013 ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു പ്രോഗ്രാം വഴി ഏതൊരു പ്രൊമോട്ടർക്കും അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വരുന്നത്. എങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റോ ഒരു ചാനലോ വ്ളോഗോ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഗൂഗിളിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഗൂഗിൾ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് ഒരു ലിങ്ക് വരുവാണ്. നിങ്ങളുടെ ചാനൽ വഴി, എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഇതുവഴി നിങ്ങൾക്ക് പരസ്യങ്ങൾ ഗൂഗിൾ അയച്ചു തരും, നിങ്ങളിലേക്ക് എത്തിച്ചു തരും. നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലോ കാണുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ ഈ പരസ്യത്തിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇൻകമാണ് വരാൻ പോകുന്നത്. കാരണം ഈ അഡ്വർടൈസേഴ്സ് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സർവീസ് കിട്ടുന്നതിനായിട്ട് അവരൊരു ആദ്യം തന്നെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേയ്മെൻറ്റ് ചെയ്യും. ഗൂഗിൾ ആഡ്സ് നടത്താൻ വേണ്ടിയിട്ട് അവരൊരു അഡ്വർടൈസേഴ്സ് ഒരു പേയ്മെൻറ്റ് ചെയ്യും ആദ്യം തന്നെ. അത് മിനിമം ഒരു 500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഗൂഗിളിൻ്റെ വാലറ്റിലേക്കാണ് പോകുന്നത് ഈ ഒരു എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാനൽ ആയിക്കോട്ടെ ഇതിലേക്ക് പരസ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഈ അഡ്വർടൈസറുടെ പരസ്യങ്ങളാണ് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉള്ളവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസർക്ക് അവരുടെ പരസ്യങ്ങൾ പ്രൊമോട്ടേഴ്സ്, അതായത് ഈ യൂട്യൂബ് ചാനലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉള്ളവരായിക്കോട്ടെ, അവർ ത്രൂ ഇത് അഡ്വർടൈസ് ചെയ്യാനുള്ള അവസരം വരുന്നു. അപ്പം ആ ഒരു ഓഡിയൻസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യം കാണുകയും അതുവഴി ഈ അഡ്വർടൈസേഴ്സിന് അവരുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു മിഡിൽ മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന അഡ്വർടൈസർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉള്ള പ്രൊമോട്ടേഴ്സ് വഴി കാണിക്കുകയും അതുവഴി ഈ അഡ്വർടൈസേഴ്സിന് ഉദ്ദേശം നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, അഡ്വർടൈസേഴ്സ് ഗൂഗിൾ വാലറ്റിലേക്ക് ഇട്ടിരിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശതമാനം ഗൂഗിളും മറ്റൊരു ശതമാനം ഈ ആഡ്സെൻസ് അക്കൗണ്ടുള്ള പ്രൊമോട്ടേഴ്സിനും കിട്ടുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 3 പേർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഗൂഗിൾ ആഡ്സും ആഡ്സെൻസും വർക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് മീ വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.